ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് NIOS+2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ ആയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് ഇരിക്കാവൂ അല്ലെ, എങ്ങനെയായിരിക്കും നമുക്ക് എക്സാംസ് വരിക, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവും വരിക എന്നൊക്കെ. അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പൊ മക്കളെ, നമുക്ക് 100 മാർക്കിനാണ് നമുക്ക് എക്സാം വരിക കേട്ടോ. അപ്പൊ ഈ 100 മാർക്കില് നമുക്ക് 26 മാർക്ക് വേണം പാസ്സാവാൻ. TMA കൂടെ ആഡ് ചെയ്തിട്ട് 33 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ പാസ്സാവുക. അപ്പൊ ടോട്ടല് നമ്മൾ എഴുതി വാങ്ങേണ്ടത് 26 മാർക്കും പ്ലസ് TMA കൂടെ ആഡ് ചെയ്തിട്ട് 33 മാർക്കും കിട്ടിയാലാണ് നമ്മൾ പാസ്സാവുള്ളൂ കേട്ടോ. 26 മാർക്ക് നമ്മൾ എഴുതി വാങ്ങണം, പ്ലസ് അസൈൻമെന്റ് നമ്മൾ TMAന്റെ മാർക്ക് കൂടെ കൂട്ടിയിട്ട് 33 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ പാസ്സാവുക. അപ്പൊ നമ്മുടെ എക്സാം 3 മണിക്കൂറിനായിരിക്കും. നമ്മൾ 3 മണിക്കൂറാവും നമുക്ക് എക്സാമിനുള്ള ടൈം ഉണ്ടാവുക. അപ്പൊ മക്കളെ, 51 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൽ ഉണ്ടായിരിക്കുക. 51 ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന്റെ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മുടെ ഈ ഒരു 51 ക്വസ്റ്റ്യൻസിനെ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C. അപ്പൊ ഈ ഒരു സെക്ഷൻ എയിൽ വരുന്നത് 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷൻ എയിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഈ സെക്ഷൻ A എന്തായിരിക്കും? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് സെക്ഷൻ എയിൽ വരുന്നത് 1 മാർക്കായിരിക്കും. ക്ലിയർ? സെക്ഷൻ ബിയില് 21 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സെക്ഷൻ ബിയിൽ വരിക. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 2 മാർക്കായിരിക്കും കേട്ടോ. 2 മാർക്കായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ ബിയിൽ വരുന്നത്. ഇനി സെക്ഷൻ സിയിലോട്ട് വരുന്ന സമയത്ത് സെക്ഷൻ സിയില് 36 മുതൽ 41 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിന് 2 മാർക്കായിരിക്കും. അതുപോലെ 42 മുതൽ 47 വരെ ഉള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും 48 മുതൽ 51 വരെയുള്ളത് മക്കളെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു 5 ടൈപ്പിൽ വരുന്നുണ്ട് ഈ ഒരു 3 സെക്ഷനിലായിട്ട്. അപ്പൊ നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ, സെക്ഷൻ എയിലെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഒരു ക്വസ്റ്റ്യൻ തരും, അതിന്റെ അടിയിൽ ഓപ്ഷൻസ് തരും. അപ്പൊ അതിൽ ശരിയായ ഉത്തരം നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലും സെക്കൻഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ശരിയായ ഉത്തരം ഏതാണോ എന്നുള്ളത് നോക്കി ശരിയായ ഉത്തരം നമ്മുടെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെയായിരിക്കും നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി വരുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ 21 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ MCQ, നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ. അത് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. A ക്വസ്റ്റ്യൻ ഉണ്ടാവും, B ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിന്റെ 2 എണ്ണത്തിന്റെ ആൻസർ നമ്മൾ എഴുതണം. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ സെക്ഷൻ ബിയിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ? അപ്പൊ മക്കളെ, നമ്മുടെ സെക്ഷൻ സിയിൽ ഉണ്ടായിരിക്കുക 36 മുതൽ 51 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? മേ ബി ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിലുണ്ട് അല്ലെ, ഓരോ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് 1 നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് 1 നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ സിയിൽ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ ABCയിലെ ഒരു ഫസ്റ്റ് സെക്ഷൻ. 36 to 51 ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരിക്കും, ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിരിക്കും. ഇനി ലോങ് ആൻസർ നമ്മുടെ സെക്ഷൻ സിയിലെ അവസാനത്തെ അല്ലെ, ലോങ് ആൻസർ എങ്ങനെയായിരിക്കും വരിക? ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൻസർ കുറച്ച് വൈഡ് ആയിട്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതണം. അത്തരത്തിലുള്ള ലോങ് ആൻസർ ടൈപ്പ് ആയിരിക്കും സെക്ഷൻ സിയിലെ അവസാനത്തെ 47 മുതൽ 51 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ NIOS+2ന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. അപ്പൊ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ലൈവ് ഉണ്ടായിരിക്കും നമ്മുടെ. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് പ്രത്യേകം ലൈവും, സൂം ലൈവും, യൂട്യൂബ് ലൈവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് എക്സാം എഴുതുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.